എന്നെ വരച്ചപ്പോ കൊരങ്ങിനെ പോലെ വന്നെന്താ? കൊരങ്ങിനെ നോക്കി വരച്ച കൊരങ്ങിനെ പോലെയല്ലേ വരുള്ളൂ. അപ്പോ എന്നെ കണ്ട കൊരങ്ങിനെ പോലെ ഉണ്ടോ? അയ്യോ, ഞാൻ ദാ ആ കൊരങ്ങിനെ നോക്കിയാ വരച്ചത്. ഞാൻ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്റെ രാമ. രാമാന്നോ? എന്റെ പേരറിയോ? അയ്യോ, ഞാൻ ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് രാമൻ എന്നാ. മുഴുവൻ പേര് രാമചന്ദ്രൻ. അത്രയ്ക്ക് അടുപ്പുള്ളവരെന്നെ രാമു എന്ന് വിളിക്കും. എങ്കിൽ ഞാൻ രാമു എന്ന് വിളിക്കാം. എത്ര പെട്ടെന്നാ നമ്മൾ തമ്മിൽ അടുത്തത് എന്റെ കൃഷ്ണ. കൃഷ്ണന്നോ? ഇയാൾക്ക് എന്റെ പേരറിയോ? ഞാനും ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് കൃഷ്ണ എന്നാ. മുഴുവൻ പേര് കൃഷ്ണേന്ദു. കൂടുതൽ അടുപ്പമുള്ളവര് കൃഷ്ണ എന്ന് വിളിക്കും. എങ്കിൽ ഞാനും കൃഷ്ണ എന്ന് വിളിക്കും. ഷോർ. ഹലോ. ഹലോ. ഈ PhD എന്ന് പറഞ്ഞ പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എനിക്കറിയൂ. ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ല. പിന്നെ എന്റെ കാര്യം എന്ന് വെച്ചാല് പൂനെ സിറ്റിയിലെ തിരക്കറിയാലോ. ഒരു ദിവസം സൈക്കിളില് 100 ചാക്ക് ബിരിയാണി അരി എത്തിക്കും. പഴയ പോലെ ഒന്നുമല്ല, ഭയങ്കര കോമ്പറ്റീഷനാ. ഇനിയിപ്പോ ഒരു ഓട്ടോറിക്ഷ ഇല്ലാണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. പിടിച്ചിരിക്കണമെങ്കിൽ ഓട്ടോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു വടിയായാലും മതി. എന്റെ പോടും. ഇപ്പൊ എവിടെ പോകുന്നു? രാമപുരം. ആഹാ, എന്റെ വീട് രാവണപുരത്താ. അതിനടുത്തായി രാമപുരം. അപ്പോ നമ്മള് രണ്ടുപേരും ഒരു സ്റ്റേഷനിലാ ഇറങ്ങുന്നേ. ആഹാ, ഞാൻ ഓർമ്മ വെച്ചിട്ട് ഇവിടേക്ക് ആദ്യമായിട്ടാ. ഈ 2 ഗ്രാമങ്ങൾക്കും കൂടി ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു കോവിൽ. ഗ്രാമങ്ങൾ തമ്മിൽ കോവിലിന്റെ പേരിലുള്ള അവകാശ തർക്കം ഇന്നും ബാക്കിയാ. ഓ, അത് പോട്ടെ, എന്തിനാ പോകുന്നേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോണം. അതെന്താ, പൂനെയില് പോസ്റ്റ് ഓഫീസ് ഇല്ലേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസില് അച്ഛനും അമ്മയും എന്റെ ചെറുപ്പത്തില് എന്റെ പേരിൽ കുറച്ച് പൈസ ഇട്ടുണ്ടായിരുന്നു. അതിപ്പോ പെരുത്ത് വലിയൊരു തുകയായിട്ടുണ്ടാവും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ ലക്ഷപ്രഭുവാ, ലക്ഷപ്രഭു. ആ പോസ്റ്റ് ഓഫീസ് കത്തി പോവാതിരുന്നാ മതിയായിരുന്നു. നാരിയൽ കാ പാനി സ്ത്രീകളുടെ സൗന്ദര്യത്തിന് ദിവസവും ഓരോന്ന് കഴിക്കുന്ന നല്ലതാ. ഏ ഭായ് സാബ്, ഏക് നാരിയൽ പാനി. नहीं, സ്ട്രോ नहीं चाहिए. ഈ സ്ട്രോയൊക്കെ ആരുടെയൊക്കെ വായിലിട്ടാന്ന് ആർക്കറിയാം? നമ്മൾ ഈ സ്ട്രോ കുടിച്ചിട്ട് കളയില്ലേ? ഇവന്മാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറക്കെടുത്ത് പാക്കറ്റിൽ വെക്കും. പിന്നെ വൃത്തിയും വെടിപ്പും അറപ്പും സംസ്കാരമുള്ള തോമാരെ ഈ സ്ട്രോ എടുത്ത് ഇങ്ങനെ വലിച്ചു കുടിക്കൂ. പോരാത്തതിന് പകർച്ചവ്യാധിയും വരും. हाँ कितने है? 30 रुपए. 30 रुपया? डिस्काउंट नहीं है? नहीं, डिस्काउंट नहीं है. हाँ, ये केरल का नारियल पानी है? ये पोल्लाची का है. पोल्लाची का? हाँ, ബാക്കി പൈസ ദേ ദോ നാ. മലയാളീസിനെ മണ്ടന്മാരാക്കണ്ട. ഇതൊക്കെ ചോദിച്ചു മേടിച്ചില്ലെങ്കിലേ തരില്ല. ഞാൻ ആരാ മോൻ? സ്റ്റേഷന്റെ പുറത്ത് ഇനി 20 രൂപ ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാരെ പറ്റിക്കണേ. എന്തായാലും കുടിച്ചോളൂ. ഇപ്പൊ തരാ. ഇതുപോലെ ഞാൻ എന്നും ചെയ്യണതാ. നോ ടെൻഷൻ, സിമ്പിൾ. ഈ നിത്യാഭ്യാസി ആനെടുക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. അതെന്തായാലും അകത്തേക്ക് വരില്ല. തനിക്ക് കുടിക്കണമെങ്കിൽ താൻ പുറത്തു പോയി കുടിക്കണോ? പോടോ. ഞാൻ പോയിട്ട് കാര്യമില്ല, താൻ തന്നെ പോണം കുടിക്കണമെങ്കിൽ. ഒരു സ്ട്രോ കിട്ടിയായിരുന്നു വലിച്ചു കുടിക്കായിരുന്നല്ലേ? അപ്പൊ ഈ പുള്ളി എന്താ പറഞ്ഞത്? വൃത്തിയും വിനയവും സംസ്കാരം ഇല്ലാത്തവരെ സ്ട്രോ ഇട്ട് കുടിക്കോളുന്നു. ഓരോരുത്തരും പകർച്ചവ്യാധിയും വരുമെന്ന് ഇപ്പൊ കിടന്ന് ആദ്യം പിടിക്കുന്ന കണ്ട. മോളെ മാവന്റെ വയറ് തടവി തന്നെ. അയ്യോ കുട്ടി, പെട്ടെന്ന് പെൻസിലും പേപ്പർ എടുത്ത് വരച്ചോ. ഹനുമാ മലയൊക്കെ വന്നിട്ട് കൂടെ ഫിഗറ ഫിഗർ വിട്ടു. എന്താ കുമ്പസാരിക്കുക? ഇന്ന് വല്ലതും നടക്കുവോ? പറ്റില്ലേ ബലം പിടിക്കണ്ട, വിട്ട് കളഞ്ഞേക്ക്. അല്ലെങ്കിൽ ഇവിടെ വല്ലതും പോകും. ഇപ്പൊ ശരിയാക്കി തരാം.
എന്നാൽ ഇത് എവിടെന്ന്? നാരിയൽ പാനി. ഇതെങ്ങനെ? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. വാവ്. മുട്ടണ്ട, തുറക്കില്ല. അതല്ല, എന്തോ ഒരു സാധനം നേരെ വന്ന് എന്റെ തലയിലിടിച്ച്. നേരെ ചൊവ്വേന്ന് മംഗൾയാൻ വന്നിടിച്ചതായി. അതൊന്നും അല്ല. ഈ അല്ല. കുടിക്കൂ. താങ്ക് യു. ഞാനിത് വലിച്ച് കീറട്ടെ? വേണ്ട, ട്രെയിൻ പാവോ. എന്നാലും വേണ്ടെന്ന്. എന്നാ തന്നെ വലിച്ച് കീറട്ടെ? അയ്യോ, അതൊട്ടും വേണ്ട. ഈ സ്റ്റേഷനില് ചായ ചായ പഴയ പഴം ഒന്നുമില്ലേ? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അയ്യോ. എന്താ ഇത്? കുത്തബ് മീനാറോ? രുദ്ര, എന്താ ഇതൊക്കെ? ഞാൻ ഇന്നലെ വന്ന് റൂം എടുത്തല്ല സെറ്റപ്പാക്കി. എൻ്റെ കൈ കൊണ്ട് ഞാൻ തന്നെ കുക്ക് ചെയ്ത ഭക്ഷണം മോക്ക് തരണമെന്നാ മുതലാളി പറഞ്ഞ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഏർപ്പാടാക്കാം. കുറവാ? ഇത് തന്നെ 10 പേർ കഴിക്കാനുള്ളുണ്ട്. ഒറ്റയടിക്ക് കഴിക്കൂ. കണ്ടാ പറയില്ലട്ടാ. കേട്ടില്ലേ? ഇത് കണ്ട എല്ലാരും എന്നെ കളിയാക്കും. ഒന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടോ? അത് ഹലോ അച്ഛാ. മോള് രുദ്രനെ ചീത്ത വിളിക്കുകയാണോ? എന്തിനാ അച്ഛാ ഇത്രയും ഭക്ഷണം കൊടുത്തു വിട്ടത്? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്കത് കുറവായിട്ടാ തോന്നിയത്. അച്ഛാ, മോള് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഉറക്കം ഒഴിച്ച് പടം വരച്ച് ആരോഗ്യം കളയരുത്. എന്തു പറ്റി? അച്ഛൻ വഴക്കു പറഞ്ഞു. ആ, പടം വരയ്ക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല. ഏ? ഈശ്വരൻ നന്ദി, കഴിവ് ഒരു അനുഗ്രഹമായിട്ടല്ലേ കാണേണ്ടത്. വിഷമിക്കണ്ട, എനിക്കിഷ്ടായി. അതെ, നല്ല വിശപ്പുണ്ട്. ഇതിന്ന് കുറച്ച് ഭക്ഷണം തന്നാ ഞാനത് കഴിച്ചിട്ട് എവിടെയെങ്കിലും മിണ്ടാതെ കിടന്നോളാം. നല്ല ടേസ്റ്റ്. കുറച്ച് കൂടുന്നോ? ഓ, കുറച്ച് കൂടുതലുണ്ട്. തന്റെ നാക്ക് ശരിയല്ല, താൻ കഴിക്കണ്ട. ഏയ് ചേട്ടാ, കഴിക്കും. ആ സാമ്പാർ കെടുത്ത് ഇങ്ങോട്ട് കുത്തി ഒഴി മറിക്കങ്ങോട്ട് മറിക്കങ്ങോട്ട് തോണ്ടി കളിക്കണ. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തന്നാലേ അങ്ങനെ വലിച്ചു വരുത്തുന്ന ശീലമില്ല എനിക്ക്. ചീരണ്ട. ജയിലിൽ നിന്നാണോ വരുന്നേ? മിക്കവാറും ഞാൻ ജയിലിൽ പോകും. ഏ? കുഞ്ഞ് ഞാൻ അപ്പുറത്തെ ബോഗയിലുണ്ട്. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി ചേട്ടാ. വിളിക്കാം. താങ്ക്സ് മസലേട്ടാ. ഓ